Hello students, welcome to the fourth session in our second module. So students, we were dealing with the friction and today I'll be teaching you a particular topic called friction involving in case of wedge. Okay, wedge. So what is wedge? Wedge it is a small piece of material with the two of their opposite surfaces not parallel. Material. This is a material like this. That is, two of their opposite sides are not parallel. ഇതങ്ങനെ രണ്ട് സൈഡ് പാരലൽ അല്ലാത്തൊരവസ്ഥ. ഓക്കെ, സോ വാട്ട് ആർ ദേ യൂസ്ഡ് ഫോർ? ദേ ആർ യൂസ്ഡ് ഫോർ സ്ലൈറ്റ്ലി ലിഫ്റ്റിംഗ് ഹെവി ബ്ലോക്സ്. അതായത് ഹെവി ബ്ലോക്സ് ലിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മെഷീനറീസ്, പ്രീകാസ്റ്റ് ബീംസ്, ഇതൊക്കെ ബീംസൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് വെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, so either it may be for final alignments or to make place for inserting lifting devices. അതായത് ഈ ഒരു വെഡ്ജ് യൂസ് ചെയ്തിട്ട് സ്ലൈറ്റ്ലി നമ്മൾ കുറച്ച് ഹെവി ബ്ലോക്സിനെയോ മെഷീനറീസിനോ സ്ലൈറ്റായിട്ട് റേസ് ചെയ്യും. ആ റേസ് ചെയ്ത ഗ്യാപ്പിൽ കൂടെ നമുക്ക് ലിഫ്റ്റിംഗ് ഡിവൈസസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇപ്പോൾ ചില ബ്ലോക്സിനെയോ മെഷീനറീസിനെയോ അറേഞ്ച്മെൻറ്റൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സംഭവം ഈ വെഡ്ജ് നമ്മൾ സ്ലൈറ്റായിട്ട് ഇൻസേർട്ട് ചെയ്യും. അതാണ് ഈ വെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെഡ്ജ് മലയാളത്തിൽ നമ്മൾ ആപ്പ് എന്നൊക്കെ പറയും, ആപ്പ്. ഓക്കെ, സോ ദ വെയ്റ്റ് ഓഫ് ദ വെഡ്ജ് ഈസ് വെരി സ്മോൾ. വെയ്റ്റ് ഈസ് വെരി സ്മോൾ compared to what? Compared to the weight lifted. അതായത് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന വെയ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വെഡ്ജിൻ്റെ വെയ്റ്റ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ പ്രോബ്ലംസ് സോ ദ സെൽഫ് വെയ്റ്റ് ഓഫ് ദിസ് വെഡ്ജ് ഈസ് നെഗ്ലക്റ്റഡ്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ വെഡ്ജിൻ്റെ വെയ്റ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. വെഡ്ജിൻ്റെ വെയ്റ്റ് നമ്മൾ വെയ്റ്റ്ലെസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന വെയ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെഡ്ജിൻ്റെ വെയ്റ്റ് വളരെ ചെറുതായിരിക്കും. സോ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ. സോ വി യൂഷ്വലി നെഗ്ലക്റ്റ് ദി വെയ്റ്റ് ഓഫ് വെഡ്ജസ്. ഓക്കെ, അപ്പോൾ വെഡ്ജസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. സ്റ്റുഡൻസ്, ഇതാണ് ഒരു പ്രോബ്ലം. Determine the minimum force required to move the wedge shown in figure. The angle of friction for all contact surfaces 15 degree. അതായത് ഇവിടെ നോക്കുക. സോ ഇതാണ് 20 കിലോ ന്യൂട്ടണുള്ള വെയിറ്റ്. നമുക്ക് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെഡ്ജ് യൂസ് ചെയ്യുന്നത്. ആ വെഡ്ജ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ മിനിമം എത്ര ഫോഴ്സ് പി വേണം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെഡ്ജിൻ്റെ ആംഗിൾ, വെഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ ആൽഫ 20 ഡിഗ്രിയാണ്. വെഡ്ജിൻ്റെ വെയ്റ്റ് ഡബ്ല്യു ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. അതായത് വെയ്റ്റ്ലെസ് ആയിട്ടാണല്ലേ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് വെയ്റ്റ് ഇല്ല. ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. എല്ലായിടത്തും എന്താണെന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ ആണെന്നില്ലേ, മ്യൂ അല്ലാന്ന്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആക്ച്വലി ടാൻ ഫൈ ആണ് മ്യൂ. നമുക്ക് ഫൈ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഈ ഫൈ എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും ഫൈ എന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് നോർമൽ ഫ്രിക്ഷൻ, ഇത് നോർമൽ റിയാക്ഷൻ, ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റെ ആറ് നോർമൽ റിയാക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ, അല്ലേ? നോർമൽ റിയാക്ഷൻ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് റിസൾട്ടൻ്റ് ആറ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. അപ്പോൾ നമ്മൾ ഈ കേസിൽ, നമ്മൾ വെഡ്ജസിൻ്റെ കേസിൽ യൂഷ്വലി വി ഡോണ്ട് ടേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് normal reaction separately. We take those two as a combined form. In a combined form, that is resultant R is taken instead of F and A. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. കാരണം റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എഫ് ആൻഡ് എൻ എടുക്കാണ്ട് അവർ രണ്ടിൻ്റെയും എന്താണ് റിസൾട്ടൻ്റായ ആർ എടുത്തിട്ട് ആറിൻ്റെ ആംഗിൾ ഫൈന്ന് തന്നിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ വി ഹാവ് ടു ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം. ആ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ബ്ലോക്ക് വരച്ചാൽ ഇതിൽ സെൻറ്ററിന് താഴേക്കുന്നുണ്ട് ഡബ്ല്യു 20 കിലോ ന്യൂട്ടൺ താഴേക്കുണ്ട്, അല്ലേ? ഇനി എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്?
ഇവിടെ ഇത് പെർപെൻഡിക്കുലർ എന്നിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ റിസൾട്ടൻ്റ് സപ്പോസ് ഈ ഫിഗറിൽ നോക്കുക, മൂവ്മെൻറ്റ് എങ്ങനെയാണ് നോക്കുക. അതായത് വെഡ്ജ് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുക, വെഡ്ജ് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഭവം ഏതാണ്, ഈ വെയിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട ബ്ലോക്ക് മുകളിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഫ്രിക്ഷൻ താഴേക്കായിരിക്കും. ഓക്കെ, ഇവിടെയുള്ള ഫ്രിക്ഷൻ താഴേക്കായിരിക്കും. നമ്മൾ ഈ വെഡ്ജ് എടുക്കുമ്പോൾ വെഡ്ജ് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നുണ്ട്. വെഡ്ജിൻ്റെ മുകളിലുള്ള ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കായിരിക്കും അല്ലേ, റൈറ്റിലേക്കായിരിക്കും. ഇനിയിപ്പോൾ റൈറ്റിലേക്കാണെങ്കിൽ ഇത് നോർമൽ റിയാക്ഷൻ താഴേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും അല്ലേ. റിസൾട്ടൻ്റ് ആർ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ റിസൾട്ടൻ്റ് ഇത് ഫ്രിക്ഷൻ താഴേക്കും, നോർമൽ റിയാക്ഷൻ ഇങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഇങ്ങനെ ആയിരിക്കും അല്ലേ. റിസൾട്ടൻ്റ് ഡയറക്ഷൻ എടുക്കാൻ അറിയില്ലേ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എങ്ങനെ ഇവിടെ വരക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എങ്ങനെയായിരിക്കും റിസൾട്ടൻ്റ് R1 ഫസ്റ്റ്, ഇത് R1 റിസൾട്ടൻ്റ്, അതായത് ഫ്രിക്ഷൻ N1ൻ്റെയും എന്താണ് സംഭവം, N1 ഇങ്ങനെയുണ്ട്, F1 താഴേക്കുണ്ട്. ഇത് രണ്ടിൻ്റെയും കോമ്പണൻ്റ് R1 ആണ് ഞാൻ വരച്ചത്. അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും, അതിൻ്റെ ആംഗിൾ ഫ്രിക്ഷൻ ആംഗിൾ, എല്ലാ ഫ്രിക്ഷൻ ആംഗിളും ഫൈ തന്നെയാണ്. 15 ഡിഗ്രി, 15 ഡിഗ്രി ഡയറക്റ്റ് എഴുതിക്കും, 15 ഡിഗ്രി റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ഇനി ഇവിടെ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഇവിടെ ഉണ്ടാവും അല്ലേ. കാരണം ഇവിടെ ആണെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ച്വലി നമ്മളെ വെഡ്ജ് ഇങ്ങനെയല്ലേ ഉണ്ടാവും. വെഡ്ജ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വെഡ്ജിന് ഒരു പി ഇങ്ങനെയുണ്ട്, പി ഇങ്ങനെയുണ്ട്. അതേപോലെ നോർമൽ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും റിസൾട്ടൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, റിസൾട്ടൻ ഫോഴ്സ് R3, ഇത് R3 എടുത്തു, R3 ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 15 ആയിരിക്കും റൈറ്റ്. സോ ദിസ് ഈസ് 15. And again there will be since the frictional force here F2 is in this direction and N2 is in this direction. Okay, so naturally R2 will be this direction, so this will be R2. Okay, R2 ഈ ഡയറക്ഷനിൽ വന്നു. അപ്പോൾ R2 ഉണ്ടാക്കുന്ന ആംഗിളാണ് 15 ഡിഗ്രി. R2 ഉണ്ടാക്കുന്ന ആംഗിൾ 15 ഡിഗ്രി റൈറ്റ്, R2 15 ഡിഗ്രി. അപ്പോൾ ഇവിടെ R2 ഇങ്ങനെയാണെങ്കിൽ അതേ R2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ ഉണ്ടാവുക R2. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും, 15 ആണോ, അല്ല 15 അല്ല. കാരണം ഓൾറെഡി ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു ഇൻക്ലിനേഷൻ 20 ഡിഗ്രി ഉണ്ട്. ഇൻക്ലിനേഷൻ 20 ഡിഗ്രി ഉണ്ടല്ലോ, 20 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ 20 ഡിഗ്രി ഉണ്ടെങ്കിൽ നോർമൽ റിയാക്ഷൻ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇത് 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നോർമൽ റിയാക്ഷനും പിന്നെ എന്താണ്, ഒരു 15 ഡിഗ്രി വിട്ടിട്ടായിരിക്കും എന്തുണ്ടാവുക, R2 ഉണ്ടാവുക. R2 ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എന്തായി, ഈ ടോട്ടൽ ആംഗിൾ 35 ഡിഗ്രി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എന്താണ്, ഇൻക്ലൈൻഡ് സർഫസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ എടുത്ത 15 ഡിഗ്രി കറക്റ്റ് ആണോ, അല്ല. ഇവിടെയും 35 ഡിഗ്രി, 20 + 15 35 ഡിഗ്രി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്, ഇതും ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ആ ഇൻക്ലിനേഷൻ ആംഗിൾ 20 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആ 20 ഡിഗ്രി ആഡ് ചെയ്തിട്ട് വേണം, ആ 20 ഡിഗ്രി ഏതുമായിട്ട് ആഡ് ചെയ്യണം, യു ഷുഡ് ആഡ് ദാറ്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വിത്ത് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇഫ് ദ സർഫസ് ഈസ് ഇൻക്ലൈൻഡ് യു ഷുഡ് ഡെഫിനറ്റ്ലി, കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ, കാരണം the resultant is the angle of friction is nothing but the angle that resultant makes with the normal reaction അല്ലേ. റിസൾട്ടൻ്റ്, അതായത് നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്ന R നോർമൽ റിയാക്ഷൻ്റെ ഡയറക്ഷനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ.
But if the surface is inclined, normal reaction will be acting at an angle, it will be equal to the angle of inclination with the vertical. അതായത് വെർട്ടിക്കലുമായിട്ട് ഒരു 20 ഡിഗ്രിയുടെ ആംഗിള് നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കും. എന്തുകൊണ്ട്? കാരണം സർഫസ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട്. ഓക്കെ, സോ ദാറ്റ് പോയിന്റ് യു ഷുഡ് ഓൾവേസ് റിമെമ്പർ. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി എത്ര ഫോഴ്സ് ഉണ്ട്? 1 2 3 ഫോഴ്സ്. ഇവിടെയും 1 2 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഷുവറായിട്ടും ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് അങ്ങനെയാണെങ്കിൽ ഒരു R2, ഈ R2 15 ഡിഗ്രി, ഇത് R2, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളായിരിക്കും 15 ഡിഗ്രി അല്ലേ? കാരണം ഇത് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ 15 ഡിഗ്രി ഉണ്ടാകും. റൈറ്റ്. അത് ഞാൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി യൂസ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് 15 ഡിഗ്രി. റൈറ്റ്. ഇനി എന്തുണ്ട്? താഴേക്ക് എന്തുണ്ട്? 20 കിലോ ന്യൂട്ടൺ. ഇനി എന്തുണ്ട്? ബാക്കിയുള്ളത് ഓൺലി റിമൈനിങ് ഫോഴ്സ് ഈസ് R2. നമ്മൾ ഇങ്ങോട്ട് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ആംഗിൾ വിൽ ബി 35 ഡിഗ്രി. കാരണം എന്താണ് 35 ഡിഗ്രി എന്നുള്ളത്? ആക്ച്വലി ഇതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ സെയിം ആവുക? കാരണം ഇവിടെ ആ ആംഗിൾ 35 ഡിഗ്രി വെർട്ടിക്കലായിട്ടാണ് ഉണ്ടാക്കുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ അത് വെർട്ടിക്കലായിട്ടാണ് ഉണ്ടാക്കേണ്ടത്, അല്ലാണ്ട് ഹൊറിസോണ്ടലായിട്ടല്ല. ഓക്കെ, അപ്പോൾ ദിസ് റിസൾട്ടന്റ് ഈസ് R2. അപ്പോൾ അപ്ലൈയിങ് ലാമീസ് തിയറം, R2 അല്ല, ഇത് R1 അല്ലേ? ഇത് R1 ആണ്, മറ്റേത് R2. അങ്ങനെയാണെങ്കിൽ R1 ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? R1ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ദിസ് ഹോൾ ആംഗിൾ എന്ന് വെച്ചാൽ 90 + 65, 90 പ്ലസ് എത്രയാണ്? 55 അല്ലേ? 90 + 55, അപ്പോൾ 145 വരും. 145 ഈസ് ഈക്വൽ ടു R2 ഡിവൈഡ് ബൈ ദിസ് ആംഗിൾ എന്ന് വെച്ചാൽ 90 - 50, ദാറ്റ് ഈസ് 75. സൈൻ 75 ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ this whole angle. That means 90 plus 35 plus 15, 90, that is 140. Sin 140. So it will be അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 20 by sin 140. അപ്പോൾ ഒന്നാമത് നമുക്ക് R1 by sin 145 ഈസ് ഈക്വൽ ടു 20 by sin 140 എടുത്തൂടെ? അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യം എടുത്തു കഴിഞ്ഞാൽ R1 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് R1 is 17.847 കിലോ ന്യൂട്ടൺ ആയിരിക്കും. കാരണം 20 കിലോ ന്യൂട്ടണാണ്, അപ്പോൾ അത് കിലോ ന്യൂട്ടൺ. അതേപോലെ R2 by sin 75 ഈസ് ഈക്വൽ ടു അഗെയിൻ 20 by sin 140. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് R2 as 30.047 കിലോ ന്യൂട്ടൺ. അപ്പോൾ R1 കിട്ടി, R2 കിട്ടി. ഓക്കെ, R1 ആൻഡ് R2 കിട്ടി. അതിന് നമ്മൾ സെക്കൻഡ് വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമിലെ ഫോഴ്സ് മാത്രം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് പീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പി ഈസ് ലൈക്ക് ദിസ്. പി R2 അല്ലേ? R2 നമുക്ക് ഇങ്ങനെ വരും. കാരണം R2 ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരുന്നു? 35. വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 35. ബാക്കിയുള്ളത് ഏതാ? ഓക്കെ, R3 ഉണ്ട്. R3 വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 15.
അത് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നാൽ R315, R315. ഇതിൽ R2യുടെ വാല്യൂ നോൺ ആണ്, കാരണം R2 ഈസ് ഈക്വൽ ടു 30.047, 30.047, റൈറ്റ്. അപ്പോൾ നമുക്ക് അഗെയിൻ ലാമീസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി അല്ലേ കണ്ടത്, പിയുടെ ഓപ്പോസിറ്റിലെ ആംഗിൾ എന്ന് വെച്ചാൽ ലൈക്ക് ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പി എന്ന് വെച്ചാൽ P/15 + 35 എത്രയാണ്? 15 + 35 ഈസ് 50, right? 50. 180 - 50 sin 130. sin 130 ആണ്. ഈ sin 130 ഈസ് ഈക്വൽ ടു എന്താണ്? R2 ബൈ, നമുക്ക് അറിയുന്ന വാല്യൂ R2 ആണ്. അപ്പോൾ R2 ഡിവൈഡ് ബൈ this whole angle. This whole angle is 90 plus 15, that is sin 105. Sin 105. So P by sin 130 is equal to 30.047 by sin 105. So if you solve this equation, you will get P as 23.835 kilonewton. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വെഡ്ജ്, ഒരു 20 kN വെയിറ്റ് ഉള്ള ഒരു സർഫസ് ഉണ്ട്, ഒരു സർഫസ്, ഓക്കെ, അല്ല സോറി, ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിന് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ ലൈക്ക് അതിൻ്റെ ഒരു വെഡ്ജ് യൂസ് ചെയ്യുന്നു. അതിൻ്റെ ആ വെഡ്ജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കമ്പയറിങ് ടു ദാറ്റ് ബ്ലോക്ക് ഈസ് so much lesser than this particular block, so that we can assume that, or we can neglect the weight of വെഡ്ജിൻ്റെ വെയിറ്റ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയുള്ളൊരു വെഡ്ജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വെഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 23.835 kN ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഇൻസേർട്ട് ദാറ്റ് വെഡ്ജ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ബ്ലോക്ക് ആൻഡ് ദി ഫ്ലോർ, റൈറ്റ്. അങ്ങനെ ജസ്റ്റ് ആ ബ്ലോക്കിനെ നമ്മൾ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നു. ലിഫ്റ്റ് ചെയ്യുമ്പോഴെന്താവും, അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൻ്റെ അകത്ത് കൂടെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ലിഫ്റ്റിംഗ് ഡിവൈസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അല്ലേ. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കൊരു ലിഫ്റ്റിംഗ് ഡിവൈസ് ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ്. കാരണം ഈ വെഡ്ജിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്, നമുക്ക് ഈസിലി എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് വെഡ്ജിൻ്റെ. ആ ഷേപ്പ് കണ്ടില്ലേ, ഷേപ്പ് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ അറ്റം കുറച്ച് കൂർത്തതാകുമ്പോൾ ഈസിലി നമുക്കത് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തട്ടിക്കയറ്റാൻ പറ്റും, റൈറ്റ്. അതാണ് വെഡ്ജിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കാർപ്പൻറ്റേഴ്സൊക്കെ വെഡ്ജസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ പ്രോബ്ലം, വെഡ്ജസിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വി യൂഷ്വലി യൂസ് റിസൾട്ടൻ്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ദ നോർമൽ റിയാക്ഷൻ. അത് യൂസ് ചെയ്തിട്ട് പിന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ് റിസൾട്ടൻ്റ് നോർമൽ റിയാക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ആ പോയിന്റ് മനസ്സിൽ വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ നമ്പർ ഓഫ് ഫോഴ്സസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ലാമീസ് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പം അത് റിസൾട്ടൻ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ആംഗിളാണ്. ഫ്രിക്ഷൻ ഫോഴ്സും നോർമൽ റിയാക്ഷൻ ഫോഴ്സും നിങ്ങൾ വേറെ യൂസ് ചെയ്യുകയാണെങ്കിൽ you cannot use the Lami's theorem directly. You should go for sigma f of x equal to 0, sigma f of y equal to 0 ആയിരിക്കും. കുറച്ചും കൂടെ ലെങ്തി ആവും പ്രോബ്ലം, പക്ഷേ ആൻസർ സെയിം ആയിരിക്കും. മെത്തേഡ് ഡിഫറെൻ്റ് ആവുന്നേ ഉള്ളൂ, ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു.